Hello guys, welcome back to my YouTube channel. എവിടേക്ക് പോകണമെന്ന് ഈ കൈത്ത സാധനം കാണിക്കുന്നേ. അതെ, ഇനി എങ്ങോട്ട് പോകും? ലെഫ്റ്റ് ഓർ റൈറ്റ്? ഗോ സ്ട്രൈറ്റോ? ആ കാട്ടിക്കോ? ഏയ് നമുക്ക് ഈ യെല്ലോ ലൈൻ എടി അവിടെ എൻഡ് ചെയ്തു. അയ്യോ ടോംസി മനപ്പുറമല്ല. പ്രതീത ചേച്ചി, പ്രതീത പ്രതീത ഞാൻ പ്രതീത ചേച്ചിനെ ഫോക്കസ് ചെയ്യുന്ന നേരത്ത് ജീത്ത് മരിക്കാൻ തീരുമാനിച്ച നിമിഷം. ഓ, ജീത്ത് കണ്ടുപിടിച്ച ലൂപ്പ് ഹോൾ. നല്ല സമാധാനത്തിന്റെ സ്ഥലം, സമാധാനത്തിന്റെ മാടപ്രാവുകൾ. കണ്ട അമ്മ റോൾ, ഹൃദിത ബീങ് അമ്മ. നല്ല പ്രായമുണ്ട്. നീ വീഡിയോ എടുക്കുന്ന മാത്രല്ലേ കാണുന്നില്ലല്ലോ. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഹായ് തന്നെ കൈത്ത് സാധനം വെച്ചിട്ട്. കൈത്ത് സാധനം എന്തേ? അവന്റെ കയ്യിലൊരു സ്പെഷ്യൽ സാധനം ഉണ്ടായിരുന്നു. വണ്ടിയെല്ലാം കേറും കേട്ടോ. ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട്. ഈ കുട്ടി പൊതുവെ ഭയങ്കര സൈലന്റ് എന്നാണ് കാണിക്കുന്നത്. ഈ കുട്ടിക്ക് അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മളിങ്ങനെ റീൽസ് എടുത്തിട്ട് അയ്യോ ആള് മാറി. നമ്മൾ തിരിച്ചു പോവുകയാണ്. ടോംസി അവിടെ നിന്ന് വരുന്നുണ്ട്. ജസ്റ്റ് റീൽസ് എടുക്കാൻ വേണ്ടി വന്ന മാതിരി. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ നടന്നില്ല, കാരണം നമുക്ക് ക്ലാസ്സിൽ കയറണം. ഓക്കെ, നമ്മളങ്ങനെ തിരിച്ചു പോകുന്നു. നമ്മൾ ഈ വഴി എന്തോ വീടൊക്കെയാണ്. ഗൈസ് ഇങ്ങോട്ട് നോക്കിയേ, ഹായ് തരൂ, ബായ്. നല്ല ഭംഗിയുള്ള സ്ഥലം. പിന്നെ ആൾക്കാർ ജോഗിങ്ങിനൊക്കെ വരും, അതേമാതിരി പെറ്റ്സിനെ കൊണ്ടുവരും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ വന്ന സ്ഥലം തിരിച്ചു പോകുന്നു. സൺകിസ് എടുക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷേ അത്രയ്ക്ക് റേസ് ഇല്ല. നമ്മൾ തിരിച്ചു പോവാണ്. എന്നെ വീട്ടിലാക്കണം. അവർ വീട്ടിൽ തന്നെ ആക്കിയിട്ട് അവർ ക്ലാസ്സിൽ പോകും. അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അപമാനവും ഇതും ആണ് എന്റെ സങ്കടം. ഓക്കെ ഗൈസ് ബൈ. ടോംസി എന്തോ സങ്കടത്തിലാണ്, ഞാൻ പോയതിന്റെ വിഷമത്തിലാണ് എല്ലാവരും. നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ബുക്ക് റീപ്ലേസ് ചെയ്ത് വേറെ ബുക്ക് എടുക്കാനാണ് ഞാൻ പോകുന്നത്. അടയ്ക്ക് ഇതൊരു സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. എനിക്ക് എന്താണ് ആ സെറ്റപ്പിനെ പറയാമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനത് പബ്ലിക് ലൈബ്രറി എന്നുള്ളൊരു ചെറിയൊരു ഞാൻ കാണിച്ചു തരാം. അമ്മയമ്മ എന്ന് പറയുന്നത് 8 o'clock ആൻഡ് സി look at the sky. ഒരു ബ്രീസ് ഉണ്ട് ഇവിടെ, അതുകൊണ്ട് തന്നെ നടക്കാൻ ഭയങ്കര രസമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്കൂൾ. ആൻഡ് ബോർഡ്സ് വന്നിട്ട്
ഇതാണ് ഞാൻ പറഞ്ഞ സ്കൂൾ. ഇത് ഭയങ്കര ശരിക്കും കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് പ്ലേ സ്കൂളാണിത് എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നുകൂടി അടുത്ത് വെച്ച് കാണിക്കാം. ഈ മണ്ണിലും എല്ലാവരും ഇറങ്ങി നമ്മൾ കളിക്കാമെന്ന് പറയില്ലേ, അതാണിവിടെ. അത് എന്ന് പറയുന്നത് ഒരു ലോണ്ട്രി സെറ്റപ്പാണ്. അതിൻ്റെ അകത്ത് കുഞ്ഞ് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. ആൻഡ് നല്ല രസമാണ്. ഇവിടെ ഒരു മൺഡേ ടു ഫ്രൈഡേ, സാറ്റർഡേ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ കുട്ടികൾ വന്ന് കളിക്കും. ഫ്രീ ആണ്, അവർക്ക് എന്തും ചെയ്യാം. ഇവിടെ അങ്ങനെ ഡേഞ്ചറായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. അവരിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇതാക്കുന്നൊരു സംഭവമാണിത്. ശരിക്കും അടിപൊളിയാണത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ ഞാൻ വന്നപ്പോൾ ഇത്രയും ബുക്സ് ഉണ്ടായിരുന്നില്ല. സോ യെസ്, ടേക്ക് എ ബുക്ക് ആൻഡ് ലീവ് എ ബുക്ക്. ഹാൻഡില്ല, ടേക്ക് എ ബുക്ക്, ലീവ് എ ബുക്ക്. ഓക്കെ, ദിസ് ഈസ് എ ലിറ്റിൽ ലൈബ്രറി. ബട്ട് ഞാൻ ബുക്സ് ഒന്നും എടുത്തില്ല. എനിക്ക് കയ്യിലുള്ള ബുക്കിനെ വായിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. വായിക്കലൊന്നുമില്ല, അങ്ങനെ സമയമൊന്നുമില്ല. ബട്ട് നല്ലൊരു വാക്കായിരുന്നു. ഇറ്റ്സ് നോട്ട് ഫാർ ഫ്രം ഞാൻ നിൽക്കണോടത്ത് അത്രയ്ക്ക് ദൂരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു മൈൽഡായിട്ടുള്ളൊരു നടത്തായിരുന്നു. ഇത് ആക്ച്വലി അവിടേക്കുണ്ട്, ഞാൻ പക്ഷെ അങ്ങോട്ട് പോകണില്ല ഇപ്പോൾ. ഞാൻ പറഞ്ഞ ലിറ്റിൽ ലോണ്ട്രി. സി, കുറേ വലിയ സ്ഥലമാണ് ആക്ച്വലി ഇത്. ഇറ്റ്സ് ആക്ച്വലി ഗുഡ് തിങ് ദാറ്റ് പാരൻസ് ഇവിടെ വന്ന് കുട്ടികളിങ്ങനെ എന്താ പറയുക, ഫ്രീഡം കിട്ടിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാന്ന് പറയില്ലേ, എനിക്ക് അങ്ങനെയാണ് തോന്നിയേക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ഒന്നുകൂടി കളർഫുൾ ആക്കായിരുന്നു. എന്തായാലും നമ്മൾ മലയാളികൾ എവിടെ പോയാലും കുറ്റം മാത്രം കണ്ടുപിടിക്കുള്ളൂ എന്നൊക്കെ. ബട്ട് ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. സുഖമായി ക്രോസ് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ലിസൺ ടു ദ ബേർഡ്സ്.